വർഷത്തിൽ ഒരിക്കൽ വരുന്നൊരു ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അതൊന്ന് കളർഫുള്ളി ആക്കിയേക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഒരു മൂവി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ മൂവി കാണാൻ പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു വർക്കുള്ളത് കാരണം നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മൂവിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആറ്റിങ്ങിലുള്ള ഡ്രീംസിലാണ് നമ്മൾ മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മക്കൾ മൂന്നുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം കുറേ ദിവസം കൊണ്ട് പറയുകയാണ് മൂവി കാണണമെന്ന് കേട്ടോ. അപ്പോൾ സർവ്വമായാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരം വരുന്നുള്ളൊരു ടോയ് കടയിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ ഒരുപാട് ടോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് വാച്ചിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വാച്ച് തന്നെയാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ജാസ്മിനാണ് കേട്ടോ. അപ്പോൾ ജാസ്മിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ എല്ലായ്പ്പോഴും കേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തവണയും ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തു തരണം, കാരണം മൂത്ത ആളിന് സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും സ്പൈഡർമാൻ്റെ ഒരു കേക്കൊക്കെയാണ് കേട്ടോ ആൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ വീട്ടിൽ വന്ന പാടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളുമാണ് അടുത്തതായി നടന്നത് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്പൈഡർമാനെ. മൂത്ത ആളുടെ ബർത്ത്ഡേ ആണെങ്കിലും മറ്റൊരു 2 പേരും അതൊന്ന് നല്ലതുപോലെ ആഘോഷിക്കും കേട്ടോ. അത് എപ്പോഴും അങ്ങനെയാണ്, ആരുടെയെങ്കിലും ഒരാളുടെ ബർത്ത്ഡേ ആണെങ്കിൽ അവർ 3 പേരും കൂടെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാം ഒക്കെ. അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, 3 പേർക്കും ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് മേടിച്ചാലും ഞാൻ ഈ 3 പേർക്ക് മേടിക്കുന്നത് കാരണം വീട്ടിലുള്ളവരും അങ്ങനെ തന്നെയാണ്, 3 പേർക്ക് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം പുറത്തുനിന്നായിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസും ഒക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു കപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ഒന്ന് കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് ഡയറി എഴുതാൻ നോക്കിയപ്പോൾ എന്നത്തെയും പോലെ തന്നെയാണ് കേട്ടോ ഇന്നും പണി കിട്ടിയത്. കാരണം എല്ലാ ദിവസവും ഒരു പേനെടുത്ത് മാറ്റി വയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇന്നത്തെ ഡേ ഒന്ന് റീവൈൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മൾ കിടക്കാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.